സോ K2 Btech S1 യൂണിവേഴ്സിറ്റി എക്സാമിനേഷനാണ്. നമ്മുടെ ഇൻറ്റേർണൽ എക്സാം കഴിഞ്ഞു, ഇൻറ്റേർണൽ ലാബ് എക്സാം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. സോ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, സോ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, കംപ്ലീറ്റ് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. സോ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്ക് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് 50 ഇൻറ്റേർണൽ മാർക്ക് ഇപ്പോൾ വരും. പല കോളേജസിലും കൊടുത്തു കഴിഞ്ഞു, ചില കോളേജിൽ വന്നിട്ടില്ല. അത് കൃത്യമായി ചെക്ക് ചെയ്യുക. അത് 50 ഒരു മാർക്ക്. അധിക കുട്ടികൾക്കും എല്ലാവർക്കും 50 തന്നെയാണ്. 50 ഒരു മാർക്ക് ഉണ്ട്. ആ മാർക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. എത്ര ഉണ്ട്, എത്ര 30 ഉണ്ടോ, 40 ഉണ്ടോ, 50 ഉണ്ടോ, അല്ലെങ്കിൽ എത്രയാണ് കുറവ് കൂടുതൽ, കൃത്യമായിട്ട് ആ മാർക്ക് നോക്കുക. സെക്കൻഡ്, നിങ്ങൾ ടൈം ടേബിൾ നോക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ടഫ് സബ്ജക്ട്സ്, അത് ഏത് സബ്ജക്റ്റാണ് ആദ്യം പഠിക്കേണ്ടതെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സോ അതിൻ്റെ ടൈം ടേബിൾ ഒന്ന് സെറ്റാക്കി വെക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാസ് മാർക്കും പിന്നെ എത്ര മൊഡ്യൂൾസ് പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ ആദ്യം ചെക്ക് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എത്രയോ പ്രാവശ്യം പറഞ്ഞാണ്, ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പാസ്സാവുമെന്ന് പറഞ്ഞാൽ 75/150 ആണ് നിങ്ങൾക്ക് വേണ്ട മാർക്ക്. 75 അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ നിങ്ങൾ പാസ്സാവുള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അടുത്തൊരു കാര്യം ഞാൻ പറയാൻ വന്നത്, അപ്പോൾ ഇൻറ്റേർണൽ പ്ലസ് യൂണിവേഴ്സിറ്റി 75, യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് 40 വേണം എന്തായാലും. അതൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ഇൻറ്റേർണൽ നിങ്ങൾക്കിപ്പോൾ 50-ൽ 50 വരിക. പക്ഷേ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷനിൽ 25/100 മാർക്ക്, 100ലാണല്ലോ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ കിട്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 75, അപ്പോൾ ഞാൻ പാസ്സല്ലേ? അല്ല, യൂണിവേഴ്സിറ്റിക്ക് എങ്ങനെ പോലും മിനിമം 40 മാർക്ക് വേണം എന്തായാലും. പക്ഷേ ഇൻറ്റേർണൽ 35 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 75 ഉള്ളൂ. യൂണിവേഴ്സിറ്റിക്ക് 40 നിങ്ങൾ എന്തായാലും വാങ്ങാൻ അതിൽ കൂടുതൽ. ഇപ്പോൾ ഇനി അടുത്തൊരു കാര്യം പറഞ്ഞാൽ, ഇൻറ്റേർണൽ 35 ബിലോ ആണ്, അത് പറഞ്ഞുതരാം. സോ അതിൻ്റെ മുന്നേ ഒരു ചെറിയ പ്രൊമോഷൻ ഉണ്ട്. JE എക്സാമിനെ കുറിച്ചാണ്. താല്പര്യം ഉള്ളവർ മാത്രം കാണാം, എല്ലാത്തവരും ജസ്റ്റ് സ്കിപ്പ് ചെയ്തേക്കാട്ടോ. സോ 2025 JE ആസ്പിറൻസിന് വേണ്ടി ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഫിസിക്സ് വാലയുടെ അർജുന JE 4 ബാച്ചാണ്. സോ വളരെ അധികം ബെനിഫിറ്റ് ഉള്ള ബാച്ചാണ്. ഇത് ക്ലാസ് 11th സ്റ്റുഡൻസിനാണ്. 2025 JE ആഗ്രഹിക്കുന്നവർക്കുള്ള അർജുന JE 4 2024 ബാച്ചാണ്. സോ അടുത്ത ബാച്ച് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് വാലയുടെ നമ്മുടെ JE അൾട്ടിമേറ്റ് ക്രാഷ് കോഴ്സാണ്. ഇത് 2024 JE മെയിൻസും അതേപോലെ JE അഡ്വാൻസ്ഡ് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സോ ഈ 2 ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാം. സോ അതുപോലെ തന്നെ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള VN150 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഈ ബുക്കിൻ്റെയും കാര്യങ്ങൾ അറിയാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആമസോണിൽ പോയിട്ട് എടുക്കുക. അപ്പോൾ എൻ്റെ കൂപ്പൺ കോഡിൽ VN150 അടിച്ചാൽ നിങ്ങൾക്ക് ഈ സൂപ്പർ ബാച്ചസ് ആയിട്ടുള്ള അർജുന ബാച്ചും അതേപോലെ തന്നെ JE അൾട്ടിമേറ്റ് ക്രാഷ് കോഴ്സ് ബാച്ചസിലും നിങ്ങൾക്ക് സുഖമായിട്ട് ജോയിൻ ചെയ്യാം. സോ പിന്നെ പറയാനുള്ള, ഈ ബാച്ചിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ PDF നോട്ട്സ് കാര്യങ്ങളുണ്ടാവും, ലൈവ് സെഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ്റെ പാസിനെ കുറിച്ചാണ്. ഇൻറ്റേർണൽ ബിലോ 35 ആണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി മാർക്ക് അതിനനുസരിച്ച് കൂട്ടണം. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻറ്റേർണൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് 29/50 ഉള്ളൂ. അപ്പോൾ അവൻ യൂണിവേഴ്സിറ്റി എത്ര വാങ്ങണം? അവൻ 46 അതിൽ കൂടുതലോ വാങ്ങണം യൂണിവേഴ്സിറ്റിക്ക്. അതാണ് ഞാൻ പറയുന്നത്. ഇൻറ്റേർണൽ ഇപ്പോൾ അയാൾക്ക് 33 ആണ്, അപ്പോൾ യൂണിവേഴ്സിറ്റി എത്ര വാങ്ങണം? 42 വാങ്ങണം. യൂണിവേഴ്സിറ്റിക്ക് 40 അതിൽ കൂടുതൽ നിർബന്ധമാണ്. ഇൻറ്റേർണൽ കുറഞ്ഞ കുട്ടികൾ ശ്രദ്ധിക്കുക, യൂണിവേഴ്സിറ്റി മാത്രമുള്ള ഇനി വഴി. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കാരണം ഇൻറ്റേർണൽ കുറവാണ്. കാരണം പല കുട്ടികളും യൂണിവേഴ്സിറ്റിക്ക്, ഒരു കുട്ടി കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ കുട്ടീൻ്റെ മാർക്ക് 49 എങ്ങനെയായിരുന്നു. അയാൾക്ക് സപ്ലി കിട്ടിയിട്ടോ. സപ്ലി കിട്ടിയാൽ നമുക്ക് നമ്മുടെ മാർക്ക് കാണാൻ പറ്റും. അയാൾ 49 മാർക്ക് എങ്ങനെ വാങ്ങി. എത്ര സപ്ലി നോക്കുമ്പോൾ അയാൾക്ക് യൂണിവേഴ്സിറ്റിയിൽ 49 മാർക്ക്, പക്ഷേ അയാൾ ഇൻറ്റേർണൽ 22 23 അങ്ങനെ. അപ്പോൾ അയാൾക്ക് ടോട്ടൽ 72 ഉള്ളൂ. അപ്പോൾ അത്രയും മാർക്ക് വാങ്ങിയിട്ട് കാര്യമില്ല. ഇൻറ്റേർണൽ കുറഞ്ഞ കുട്ടികൾ നല്ല രീതിയിൽ യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങും. അത് സ്റ്റെപ്പ് ആണ്. അതിനാണ് ഇൻറ്റേർണൽ നോക്കാൻ പറഞ്ഞത്. വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. സോ അടുത്ത കാര്യം, നിങ്ങൾ ടൈം ടേബിൾ സെറ്റാക്കി വെക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, പാസ് മാർക്ക്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ ഇട്ടുതരാം. ഓൾറെഡി നമ്മൾ സീരീസിന് ചെയ്ത സെയിം കാര്യങ്ങളാണ്, പക്ഷേ അത് സെപ്പറേറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്തുതരാം. ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഞാൻ ആ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. Btech S1 2023-24 എന്നുള്ള ആ പ്ലേലിസ്റ്റ് ജസ്റ്റ് നോക്കിയാൽ മതി. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. പിന്നെ എക്സാം പാറ്റേൺ എല്ലാവർക്കും അറിയാലോ. നമുക്ക് 3 hours എക്സാം, ഇതൊക്കെ സെപ്പറേറ്റ് നമ്മൾ ചെയ്തിരുന്നാലും 3 hours എക്സാം ആയിരിക്കും. 100 മാർക്സിലാണ്. ടോട്ടൽ എല്ലാ മൊഡ്യൂൾസ് ഉണ്ടാവും. 5 മൊഡ്യൂൾസ് കംപ്ലീറ്റ്ലി ഉണ്ട്. അപ്പോൾ BME BCE പോലെ സബ്ജക്റ്റ് ആകുമ്പോൾ 6 മൊഡ്യൂൾസ് ഉണ്ടാവും. സോ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പല കുട്ടികൾക്കും ടൈം ഉച്ചയ്ക്കും രാവിലേക്കും ആയിട്ടാണ് ഉണ്ടാവും. അപ്പം ഉച്ചയ്ക്ക് തന്നെ ആയിരിക്കും അധികം കുട്ടികൾക്ക് വരുന്നത്. സോ ടൈമും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാം. ഓൾറെഡി വന്നിട്ടുണ്ട്, ചിലപ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാം. അപ്പം എന്തായാലും 3 മണിക്കൂർ 100 മാർക്കിൻ്റെ എക്സാമിനേഷൻ ആയിരിക്കും. എക്സാം ഒരിക്കലും ടഫ് ആവില്ല, 100% ഗ്യാരണ്ടി തരാം.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെയിം ക്വസ്റ്റ്യൻ വരുന്ന ഒരിക്കലും പറയുന്നില്ല, പക്ഷേ സെയിം മോഡൽ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സെയിം ആ ഒരു ലെവൽ അത്രേ പ്രതീക്ഷിക്കണം. അത് നിങ്ങളുടെ പക്കാ സിലബസിൻ്റെ പുറത്തുനിന്ന് ചോദിക്കാറേ ഇല്ല. സിലബസിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടോ ആ ഒരു സിലബസ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. സിലബസിൽ നോക്കുക, ഈ മൊഡ്യൂൾ ഇത്രയും ടോപ്പിക്ക് പഠിച്ചോ, ഈ മൊഡ്യൂൾ ഇത്രയും ടോപ്പിക്ക് പഠിച്ചോ. പിന്നെ ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ബുക്സ്, ആ രീതിയിൽ ടെക്സ്റ്റ് ബുക്സ് കൃത്യമായി നോക്കുക. പറ്റുവാണെങ്കിൽ നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പോ വാട്സപ്പ് ഗ്രൂപ്പോ എക്സാമിന് തൊട്ട് മുന്നേ സ്റ്റാർട്ട് ചെയ്യും. എനിക്കും നിങ്ങളെപ്പോലെ ജനുവരി തന്നെയാണ്, 5-ാം തീയതിയാണ് എൻ്റെ എക്സാം. പിന്നെ ഇപ്പോൾ ലാബ് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ എനിക്ക് എൻ്റെതായ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ്, പല കുട്ടികളും വിളിച്ച് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യാൻ നോക്കാം, മാക്സിമം നോക്കാം. അപ്പോൾ വെക്കേഷന് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നോക്കുക. കാരണം വെക്കേഷൻ എൻജോയ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു സ്റ്റഡി ലീവ് എന്ന് പറയുന്ന സംഭവം ആണ് ഏകദേശം KTUവിൻ്റെ വെക്കേഷൻ. സത്യം പറയാലോ, ഇവർ കറക്റ്റ് എന്ത് ചെയ്യും, സ്റ്റഡി ലീവ് ആക്കിക്കാളും നമ്മുടെ വെക്കേഷൻ. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറെ വഴിയില്ല. അപ്പോൾ നമ്മൾ വെക്കേഷൻ എൻജോയ് ചെയ്യണം. കൂട്ടത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇൻറ്റേർണലിൽ പോലെ ഒന്നും ചിലപ്പോൾ ചില മിസ്സുമാരൊക്കെ ഇൻറ്റേർണൽ ടഫ് ക്വസ്റ്റ്യൻസ് ഇട്ട് പല കോളേജിലും കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ഫ്രം KTU, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, അവിടെ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാ വർഷവും ഒരു പാറ്റേണാണ് ഫോളോ ചെയ്യാറ്. ആ പാറ്റേൺ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഒരു മടി മരിക്കേണ്ട, കമൻറ്റ് കൃത്യമായിട്ട് ചെയ്യുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.